ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ സമസ്ത ജൂബിലി സ്മാരകമായിട്ടുള്ള ഓഫീസിൻ്റെ സമസ്തയുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്തിന് മുൻപിലാണ്. ഇവിടെ സമസ്തയുടെ ഒരു കോഫി ടേബിൾ ബുക്ക് അഥവാ ഒരു സമ്പൂർണ്ണ ചരിത്രം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ഞാൻ ഈ കാരണം ഇവിടെ പറയാൻ കാരണം സമസ്ത ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി സമസ്തയും പോഷക സംഘടനകളുമൊക്കെ അനുദിനം ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വളരെ സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമാണ് സമസ്തയുടെ പോഷക സംഘടനയായ വിദ്യാർത്ഥി സംഘടനയായ SKSFൻ്റെ ജാരിയ ഫണ്ട് ശേഖരണം. ആ ജാരിയ ഫണ്ട് ശേഖരണം ഏകദേശം 10 കോടി രൂപയിലേക്ക് ഏകദേശം മിനിമം ലക്ഷങ്ങൾ മാത്രം മതി എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അപ്ഡേഷനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഔദ്യോഗികമായി അവസാനിച്ചെങ്കിലും അപ്ഡേഷനുകളൊക്കെ നടന്നുകൊണ്ട് ഏകദേശം 10 കോടി രൂപയോളം സമാഹരിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കൃത്യമായി ഒരു സാധാരണക്കാർ അതിൻ്റെ ആ ഫണ്ട് ഒഴുകുന്നതിൻ്റെ ഒഴുക്ക് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ് 500ഉം 200ഉം 300ഉം ഒക്കെ ആയിട്ട് ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികൾ ഇതിലില്ല, ഏതെങ്കിലും കമ്പനികളോ അതിൻ്റെ വലിയ വലിയ ഉദ്യോഗസ്ഥരെയോ ഒന്നും നമ്മൾ കണ്ടില്ല. എല്ലാം സാധാരണക്കാരായിട്ടുള്ള, അതോടൊപ്പം തന്നെ സംഘടനകളും കൂട്ടായ്മകളും സമസ്തയെ അതിരറ്റ് സ്നേഹിക്കുന്ന ആളുകളുമൊക്കെ തുച്ഛമായ പണം നൽകി നമ്മൾ 10 കോടി രൂപയിലെത്തി. ഇത് വലിയൊരു സന്തോഷമാണ്. SKSFൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്തഫ മാസ്റ്റർ മുണ്ടുവാർ ഇപ്പം നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. മാഷെ, നമുക്ക് ഈ കാര്യം നമ്മൾ പറയുമ്പം ഇന്നത്തെ കാലത്ത് സമസ്ത ഒരു ഭാഗത്ത് കുറേ വെല്ലുവിളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംഘടനയ്ക്കൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പ്രവർത്തകരൊക്കെ വളരെ വലിയ ജാഗ്രതയിലും വളരെ വലിയ സന്തോഷത്തിലും പൂർവാധികം ശക്തിയിലൊക്കെയാണ്. അതിൻ്റെ ഒരു തെളിവാകുമോ ഈ ഒരു ജാരിയ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിലയിരുത്തൽ? SKSFൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും അല്ലേ? തീർച്ചയായും. സംഘടനാ സംവിധാനത്തിൻ്റെ കെട്ടുറപ്പ്, SKSFൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ കെട്ടുറപ്പ് എത്രമേൽ ശക്തമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന സംഭവമാണ് ജാരിയയുടെ ഈ ഫണ്ട് പിരിവ്. ഇതിൽ ഏറ്റവും വലിയ നമ്മൾ എടുത്തു കാണേണ്ട ഒരു പ്രത്യേകത, ഇത് സാധാരണക്കാരായ പ്രവർത്തകരുടെ കയ്യിൽ നിന്നുകൊണ്ട് തുച്ഛമായ വരുമാനം ലഭിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ പ്രവർത്തകരുടെ കയ്യിൽ നിന്നുകൊണ്ട് 5ഉം 10ഉം 100ഉം രൂപ സ്വരൂപിച്ചിട്ടാണ് ഈ 10 കോടിയിലേക്ക് എത്തിയത് എന്നത് ശ്രദ്ധേയമായൊരു സംഭവമാണ്. നമ്മളത് അതിൻ്റെ കൗണ്ടിങ് ഇങ്ങനെ നോക്കുമ്പോൾ അതെ, നമ്മൾ അതിൻ്റെ കൗണ്ടിങ് കണ്ടപ്പോൾ അതായത് 10 റുപ്യ 20 റുപ്യ അങ്ങനെ കൂടി വന്നിട്ട് 10 കോടിയിലേക്ക് എത്തിയാണ്. അപ്പോൾ അതൊരു ഒരു സംഭവം തന്നെയാണ്. സമസ്തയുടെ സംഘടനാ സംവിധാനവും അതിൻ്റെ കീഴ്ഘടകങ്ങളുടെ സംഘടനാ സംവിധാനം എത്ര ഭദ്രമാണെന്ന് സാധാരണക്കാരനാണല്ലോ ഈ കൊടുത്തത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ ഫയലൊക്കെ നമുക്ക് ലഭ്യമാവും. അതിൻ്റെ ഓരോ ഏരിയയിൽ നിന്ന് കിട്ടിയതൊക്കെ അത് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ എനിക്ക് ഉറപ്പാണ് വലിയ സംഖ്യ കൊടുത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. സാധാരണതയിൽ മറ്റ് പല സംഘടനകളുമൊക്കെ നടത്തുന്ന ഇതുപോലത്തെ ഫണ്ടിങ് ഈ സംവിധാനത്തിൽ നമ്മൾ കാണുന്ന കോടികളൊക്കെ കൊടുക്കുന്നുണ്ട്. കമ്പനികളുണ്ട്, അതുപോലത്തെ സ്ഥാപനങ്ങൾ, കോടികൾ. അപ്പോൾ അവർ ലക്ഷങ്ങളും കോടികളാണ് കൊടുക്കുന്നത്. അങ്ങനെ സ്വരുക്കൂട്ടിയിട്ടാണ് കോടികൾ ഉണ്ടാകുന്നത്. ഇവിടെയുള്ള പ്രത്യേകത പൂർണ്ണമായും സാധാരണക്കാരായ ആൾ. എനിക്ക് തോന്നുന്നു 5 ലക്ഷത്തിലധികമുള്ള കേസ് ഒന്നോ രണ്ടോ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. സാധാരണക്കാരാണ്. പ്രത്യേകിച്ച് അത് മാത്രമല്ല, ഇതിൽ സഹോദരിമാർ ആ ലിസ്റ്റിൽ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ സഹോദരിമാർ ധാരാളം സഹായിച്ചിട്ടുണ്ട്. കൊടുക്കുന്ന വലിയ സംഖ്യ ഒന്നുമില്ല, തുച്ഛമായ സംഖ്യ 5 റുപ്യ 10 റുപ്യ കൊടുത്തിട്ട് സഹകരിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത, മറ്റു സമുദായത്തിലെ ആളുകൾ ഇതിനോട് സഹകരിച്ചു എന്നുള്ളതാണ്. മറ്റു സമുദായത്തിലെ ആളുകളും ഇതിനോട് സഹകരിച്ചു എന്നത് നമ്മൾ പ്രത്യേകം കാണേണ്ടതാണ്. പക്ഷേ സാധാരണക്കാരായ ആളുകൾ, വലിയ സമ്പന്നന്മാരായല്ല, വലിയ കമ്പനികളല്ല, വലിയ കോർപ്പറേറ്റുകളല്ല, അവരുടെ ഒന്നും സഹായമില്ലാതെ 10 കോടി ഉറുപ്പിക SKSFന് സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സമസ്തയുടെ സംഘടനാ സംവിധാനം എത്രമാത്രം ഭദ്രമാണ്. SKSFൻ്റെ സംഘടനാ സംവിധാനം SKSF അത് മാത്രമല്ലല്ലോ, ഇപ്പോൾ ഏകദേശം 14 ഉപഘടകങ്ങളോടുകൂടി കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ തന്നെ ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറാൻ കഴിഞ്ഞ പ്രസ്ഥാനമാണ് SKSFൻ്റെ ചരിത്രത്തിൽ പുതിയൊരു നാഴികക്കല്ല, പുതിയൊരു തൂവൽ ചരിത്രത്തിൽ സമ്മാനിച്ചുകൊണ്ടാണ് SKSFൻ്റെ ജാരിയ ഫണ്ട് സമാഹരണം. പിന്നെ അവിടെ ഉള്ളതൊരു പ്രത്യേകത, ഈ കാശ് മുഴുവൻ ചെലവഴിക്കപ്പെടുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ തിരുവനന്തപുരത്താണ് ഇപ്പോഴുള്ളത്, ജൂബിലി സൗധത്തിലാണുള്ളത്. ഇതിനോട് ചേർന്നുകൊണ്ട് RCCയിൽ ഇതിനാവശ്യമായ വലിയൊരു സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുക, അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ കോഴിക്കോട് ചൂലൂരിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവിധാനം, MVR ക്യാൻസർ സെൻ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംവിധാനമുണ്ട്, മെഡിക്കൽ കോളേജ് സംവിധാനമുണ്ട്. അപ്പോൾ അത് കൂടുതൽ വ്യാപിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു മുന്നേറ്റം. ഇതൊക്കെ നമുക്ക് അഭിമാനം നൽകുന്ന, കാരണം ഇതൊരു വിദ്യാർത്ഥി സംഘടനയാണ് എന്ന് നമ്മൾ അറിയേണ്ടത്.
ഒരു വിദ്യാർത്ഥി സംഘടന 10 കോടി ഉറുപ്പിക അതും ദിവസങ്ങളെ കൊണ്ട് സമാഹരിക്കുകയാണ്. അത് സാധാരണ ഇതിൽ വിദ്യാർത്ഥി പ്രത്യേകിച്ച് പറയുമ്പോൾ മുഅല്ലിമീങ്ങൾ പള്ളിയിൽ ജോലി ചെയ്യുന്ന ആൾ, വളരെ തുച്ഛമായ ശമ്പളം കിട്ടുന്ന ആളുകൾ, അവരൊക്കെയാണ് ഇതിൽ ഈ 10 കോടിയിലേക്ക് എത്തിച്ചത്. അതെ, സാധാരണക്കാരായാലും മുഅല്ലിമീങ്ങൾ, പാവപ്പെട്ട 5000, 6000, 7000 ഒക്കെ ഉറുപ്പികയാണ് ഈ മുഅല്ലിമീങ്ങളുടെ ശമ്പളം. ആ മുഅല്ലിമീങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് അവരുടെ കുടുംബത്തിലേക്ക് കൊടുക്കേണ്ട കാശിൽ നിന്ന് എടുത്തുകൊണ്ടാണ് മിച്ചമുണ്ടാക്കി ഈ സഹായം ചെയ്യുന്നത്. മുഅല്ലിമീങ്ങളൊക്കെ ചെയ്യുന്ന സേവനം നമുക്ക് ഒരിക്കലും അതിനെ ചെറുതായി കാണാൻ കഴിയില്ല. കാരണം ആരെന്ത് ആക്ഷേപിച്ചാലും, മുഅല്ലിമീങ്ങളെ ഏത് വിധത്തിൽ ആക്ഷേപിച്ചാലും, ആ പാവപ്പെട്ട മുഅല്ലിമീങ്ങൾ ഏകദേശം 1,50,000-ലധികം വരുന്ന സമസ്തയുടെ മുഅല്ലിമീങ്ങൾ അവർ ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ മുന്നിലാണ്. അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ്. ഇത് തന്നെ സാധാരണ പ്രവർത്തകരും അവിടെ നമ്മൾ കാണേണ്ടത്. വമ്പന്മാരായ ആളുകൾ, വലിയ കോടിപതികൾ സംഭാവന ചെയ്യുന്ന വലിയ കാര്യമൊന്നുമല്ല. അത് വലിയ കാര്യമൊന്നുമല്ല. ഇത് അന്നത്തെ അന്നത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾ അതിൽ നിന്നൊരു വിഹിതം സമസ്ത കൊടുക്കാൻ കാണിക്കുന്ന ആ പ്രത്യേകമായ താല്പര്യത്തെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. ഇപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇതൊരു സംഘടനക്കകത്തൊക്കെ പല തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ അപ്പോഴും ഈ സംഘടനയ്ക്കകത്ത് ഒന്നും സംഭവിക്കുന്നില്ല. വിട്ട് നിൽക്കുന്നതല്ല, മറിച്ച് ചേർന്ന് നിന്ന് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൂടി ചേരണം എന്ന ഒരു സന്ദേശം അത്തരം ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു സൂചനയല്ലേ? തീർച്ചയായിട്ടും. അതായത് സമസ്തക്കൊന്നും സംഭവിച്ചിട്ടില്ല. സമസ്തയുടെ സംഘടനാ സംവിധാനം ഭദ്രമാണ്. അതിൻ്റെ കീഴ്ഗണങ്ങൾ ഭദ്ര. 14 ഘടകങ്ങൾ സമസ്തക്കുണ്ട്. ഇതിൽ തന്നെ പെട്ട ഒരു ഘടകമാണ് വിദ്യാർത്ഥി വിഭാഗമാണ് SKSF. അതിന് 17 ഉപഘടകങ്ങളുണ്ട്. ഈ സംവിധാനത്തിൻ്റെ വലിപ്പം നമ്മൾ ബോധ്യപ്പെടണം. അപ്പോൾ ഇതിനെ ചെറുതാക്കാൻ ആർക്കും കഴിയില്ല. ഇത് എല്ലാ എതിർപ്പുകളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ 100ാം വാർഷികം ശരിക്കും സമസ്തയിൽ നമുക്കൊക്കെ ഭയങ്കര ഒരു ആവേശം നൽകുക. കാരണം ഇന്നത്തെ ഈ കോഫി ടേബിൾ ബുക്ക് എന്ന് പറയുമ്പം ആ ഒരു ഇംഗ്ലീഷ് പതിപ്പ് സമസ്തയുടെ സമ്പൂർണ്ണ ചരിത്രം അത് പല തരത്തിലുള്ള മേഖലകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ അല്ല മദ്രസയിൽ ഭീകര കേന്ദ്രങ്ങളാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ആക്ഷേപങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് പതിപ്പ് വരുന്നതോടുകൂടി അത് ദേശീയ അന്തർദേശീയ തലത്തിലൊക്കെ വലിയ ചർച്ച, ഇതൊക്കെ നമ്മൾ ഇതോട് കൂട്ടി വായിക്കേണ്ടതാണല്ലോ. സംസ്ഥയുടെ ഒരു മുന്നേറ്റ കാലമാണല്ലോ. ഇതിനൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. സംഘടനാ സംവിധാനത്തിൽ സമസ്തയിൽ നടക്കുന്നത് ഒരു വലിയ സംഭവങ്ങളാണ്. പക്ഷേ പുറം ലോകം ഈ അടുത്ത കാലം വരെ പൊതുസമൂഹം അത്രയും അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ചൊരു തെറ്റായ പ്രചരണം നടക്കുന്നുണ്ട്. അതായത് നമ്മൾ മദ്രസകളൊക്കെ ഭീകരവാദ കേന്ദ്രങ്ങളാണൊക്കെ ചില കേന്ദ്രങ്ങൾ ആക്ഷേപം പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള വസ്തുതകൾ പൊതുസമൂഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. ഇപ്പോൾ ഈ കോഫി ടേബിൾ ബുക്ക്, ആ ബുക്ക് ഇന്ത്യൻ എക്സ്പ്രസ് ആണ്, ഇന്ത്യയിലെ പ്രമുഖമായ ഒരു പത്രമാണ് അത് പുറത്തിറക്കുന്നത്. അതിൻ്റെ ഇതിലാണ് അത് പുറത്തിറങ്ങുന്നത്. അപ്പോൾ പൊതുസമൂഹത്തിനിടയിലേക്ക് സമത്തെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ലഭിക്കുന്ന നല്ലൊരു അവസരം കൂടിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂടുതൽ ആളുകൾക്ക് പൊതുസമൂഹത്തിന് സമസ്തയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കൂടി ഉപകരിക്കും എന്നാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ പുസ്തകം ഇറങ്ങുന്നതോടുകൂടി സമസ്തയുടെ മുഴുവൻ ചരിത്രവും വിശദമായി പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് പൊതുസമൂഹം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിലാവുമ്പോൾ പൊതുസമൂഹത്തിലെ ഉയർന്ന തലത്തിലുള്ള ആളുകൾക്ക് വരെ അത് ഉപകാരപ്പെടുന്ന വിധത്തിലാണ് സമസ്ത അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജാരിയ ഫണ്ടിൻ്റെ പിറകിൽ നമ്മുടെ SKSFിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അവരുടെ ആ ഒരു എഫേർട്ടും അവരുടെ ആ ഒരു എഞ്ചിനീയറിംഗും ഒക്കെ നമ്മൾ കണ്ടറിയുകയാണ്. അപ്പോൾ അവരെ നമുക്ക് കൃത്യമായിട്ട് പ്രശംസിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. കാരണം SKSFിൻ്റെ ഒരു ദീർഘകാലത്തെ ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരുന്നൊരു വ്യക്തി എന്ന നിലക്ക് അഭിമാനം തോന്നുകയാണ് നമ്മുടെ കുട്ടികളാലും. ഇപ്പോൾ ഈ കാലത്ത് ഒന്ന് ജനറൽ സെക്രട്ടറി ആവാൻ തോന്നുന്നുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും. കാരണം അന്നൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു ഇത് നടത്തിക്കൊണ്ടുപോകാൻ. നമ്മൾ സ്റ്റാമ്പിന് പോലും ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം SKSFിനുണ്ടായിരുന്നു. 10 പൈസയുടെ സ്റ്റാമ്പിന് പോലും ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം. അതിനൊക്കെ അതിജീവിച്ചു. ഇന്ന് എല്ലാ അർത്ഥത്തിലും സമ്പത്താണ് ഇതിൻ്റെ വളർച്ച എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതേ സമയത്ത് ഇതിൻ്റെ നെറ്റ്വർക്ക് അത് നമ്മൾ മനസ്സിലാക്കണം. SKSFിനെയോ സമസ്തയോ ഒരു സംവിധാനത്തിനോ ഒരു കോട്ടവും തട്ടിയിട്ടില്ല. അതിശീഘ്രം തന്നെ മുന്നോട്ട് പോകുമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ഈ ജാരിയ സംവിധാനം. സമസ്ത അങ്ങനെയാണ്, സൂചനകളാണ് നൽകുന്നത്. ആ സൂചനകൾ കണ്ട് മനസ്സിലാക്കുന്നതാണ് സംഘടനയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊക്കെ ലഭിക്കുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. ആ ഊർജ്ജത്തിലൂടെ സമസ്തയുടെ ആ ഒരു പാതയിൽ നമുക്ക് ശക്തമായിട്ട് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് നമുക്കും ഏറ്റവും അഭികാമ്യം. അതും തന്നെയാണ് നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും ഉത്തമം എന്ന ഒരു മെസ്സേജ് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ സമസ്തയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത്.